ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ മിസ്സിൻ്റെ കഴിഞ്ഞ പാർട്ട് ക്ലാസ്സൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. നോക്കട്ടെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിനെ പറ്റിയിട്ടാണ്. ദെൻ മോഡ് ഓഫ് ബാങ്കിങ്, നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റി പറഞ്ഞു. കമേഴ്ഷ്യൽ ബാങ്കിൽ എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ നമ്മൾ ലോൺ എടുക്കുന്നതും അവർ ക്രെഡിറ്റ് കാർഡും ലോണും കസ്റ്റമേഴ്സും ദെൻ ബാങ്കറും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, സ്ട്രക്ചർ, പ്രൊസീജിയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡ് ഓഫ് ബാങ്ക്. ഇതിൽ നമുക്ക് എന്താ ചെക്ക്, ഓവർ ഡ്രാഫ്റ്റ്, ലോണ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ഇതൊക്കെ തന്നെ. നോൺ ഇൻഷുറൻസ് നമുക്ക് മറ്റതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കുറച്ച് പഠിക്കാനുള്ളത് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. അതായത് എന്താണ് ഇൻഷുറൻസ്, എന്താണ് നോൺ ഇൻഷുറൻസ്. ഓക്കെ, അതായത് അതർ ബാങ്ക് സർവീസസ് നമുക്ക് പഠിക്കാനുണ്ട്. ബിസിനസ് റിസ്ക് അല്ലേ, റിസ്ക് മാനേജ്മെൻറ്റ്. നമുക്കറിയാം എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ റിസ്ക് എടുക്കുന്നവർക്ക് എന്തുള്ളൂ, സക്സസ് ആവുള്ളൂ അല്ലേ. അതായത് നമ്മളെ ക്യാഷ് പോവോ എന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ആ ക്യാഷ് പോവാതെ നോക്കണം, അത് വേറെ. പക്ഷേ ഒരു പക്ഷേ ക്യാഷ് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നഷ്ടം വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ബിസിനസ് ക്യാൻസൽ ചെയ്യാതെ മുന്നോട്ട് കൊണ്ടാണ് ഒരു മനസ്സിൽ. അതാണ് എന്ത്, റിസ്ക് എന്ന് പറയുന്നത് അല്ലേ. റിസ്ക് അല്ലെങ്കിൽ ചലഞ്ചസ് ആണ്. ചിലപ്പോൾ അത് വിജയിച്ച് കാണിച്ചു, അങ്ങനെ പലതുണ്ട്. മോഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ്സ് എന്താണ്? യു ഹാവ് ലേൺ ദാറ്റ് മണി ഡെപ്പോസിറ്റ് ഇൻ അക്കൗണ്ട് ടു പേയ്മെൻറ്റ് ഓഫ് റിമാൻഡ് ടു ബാങ്ക് മേക്ക് പേയ്മെൻറ്റ് ഓൺലി. മോഡ് ഓഫ് ബാങ്കിങ് പേയ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. യു ഹാവ് ലേൺ ദാറ്റ് മണി ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഇസ് റീപേയബിൾ ഓഫ് ഡിമാൻഡ് ആൻഡ് ദ ബാങ്ക് ഷാൾ മേക്ക് ദ പേയ്മെൻറ്റ് ഓൺലി വെൻ എ ഡിമാൻഡ് ഇൻ മെയ്ഡ്. എ ഡിമാൻഡ് ക്യാൻ ബി മെയ്ഡ് ബൈ റൈറ്റിംഗ് എ ചെക്ക് ഓൺ ദ ബാങ്ക്. സിമിലർലി ബാങ്ക് ഡ്രാഫ്റ്റ് ആർ ഓൾസോ യൂസ്ഫുൾ ടു പേയ്മെൻറ്റ് അത് ബാങ്ക് ഡ്രാഫ്റ്റ് വഴിയും അങ്ങനെയൊക്കെ എന്നാൽ മോർ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട് അതിലെല്ലാം എൻ്റെ ബാങ്ക് ആപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ് ചെക്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 നെഗോഷിയേഷൻ ആക്ട് പ്രകാരം എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് drawn on a specified banker and not expressed to be payable otherwise than the demand. From this definition, it is clear that the check is an instrument of in writing. എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻഡ് unconditional order to bank to pay the certain sum of money of demand of specific person to according order to may be payable. അതായത് ചെക്ക് എന്ന് പറയുമ്പോൾ കൂടുതലുള്ള ഒരാൾ എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലത്തെ എമൗണ്ട് അതൊക്കെ ഒരു വിശ്വാസ്യതയിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെക്കും കൈമാറുന്നതും ക്യാഷും. അത് ബാങ്കും കസ്റ്റമേഴ്സും തമ്മിലുള്ള പ്രത്യേക ഒരു എന്താണ്, അതൊരു ട്രസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഡീലിങ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. എ ചെക്ക് മേ ഐദർ ടു ബിയറബിൾ ചെക്ക് ഓർ ഓർഡർ ഓർ ചെക്ക്. ബിയറർ ചെക്ക് ഈസ് വൺ ഓഫ് that payment and early by person who is presenting the check to the bank payment. A bearer check can be transferred from the person, another be more delivery payment. അപ്പോൾ ചെക്കിനെ പറ്റിയിട്ടാണ് മിസ് വായിച്ചത്. നെക്സ്റ്റ് ഡ്രാഫ്റ്റ്. എന്താണ് ഡ്രാഫ്റ്റ് നോക്കാം. commercial banks are very useful to remittance of fund from the place to another through network on their ബ്രാഞ്ചസിലേക്ക് നെറ്റ്വർക്ക് വഴി സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോപ്പിംഗ് പേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്. എന്താണ് സ്റ്റോപ്പിംഗ് പേയ്മെൻറ്റ്? എ ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂയിങ് ബാങ്ക് കമേഴ്ഷ്യൽ ഫേവർ ഓഫ് പേയ്മെൻറ്റ് ടു പേ certain sum of money though the bank gives the undertaking the instant of purchaser of draft who gives due consideration for the same at bank draft in. ഓക്കെ, ഇതാണ് ഡ്രാഫ്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ലോൺ അല്ലേ. എ ലോൺ ഇസ് എ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്, അത് നമുക്കറിയാം. അണ്ടർ വിത്ത് ആൻ അഡ്വാൻസ് ഗ്രാൻറ്റഡ് ബൈ ദ ബാങ്ക് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഗ്രാൻറ്റഡ് അനുവദിച്ച് തരുന്ന സംഭവമാണ് ലോൺ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ എന്തിനാവാം, പല കാര്യം നമ്മൾ എന്തിനാണ് ബിസിനസ്സിനൊക്കെ ബിസിനസ് പോലെയുള്ള നമുക്ക് പല പർപ്പസായിരിക്കും, പലർക്കും പലതായിരിക്കും, പല ലക്ഷ്യങ്ങളായിരിക്കും ലോൺ അല്ലേ. എന്തായാലും ബാങ്ക് കൊടുക്കുന്ന ഒരു ഗ്രാൻറ്റഡ് ആയിട്ടുള്ള ക്യാഷാണ് ഇത് ലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് ബിൽ. എന്താ ഡിസ്കൗണ്ടിങ് ബിൽ? ഡിസ്കൗണ്ടിങ് ബിൽ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫ്രം ലീഡിങ് അണ്ടർ ദിസ് സിസ്റ്റം ബാങ്ക് ഓഫ് എക്സ്ചേഞ്ചിങ് നാച്ചുറൽ ഷോർട്ട് ടൈം. ബിൽ ഡിസ്കൗണ്ടിങ് നമുക്കറിയാം. എന്ത് സാധനം നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ബിൽ ഡിസ്കൗണ്ടിങ് നമ്മൾ നോക്കണം. പ്ലഡ് സെക്ഷൻ 172 പ്ലഡ്ജ് സെക്ഷൻ 172 ഓൺ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഈ ഒരു ബാങ്കും മറ്റൊക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. അത് സെക്ഷൻ 172 on the Indian contract define pledge a bail in goods of security. Borrower delivers his movable property on the lender of security for the loan and understanding that the property pledge will be returned to the borrower or payment of the debt. Okay, next hypothetical
ഹൈപ്പോത്തക്കേഷൻ. എന്താണ് ഹൈപ്പോത്തക്കേഷൻ? ഹൈപ്പോത്തക്കേഷൻ is mode of creating charge of good and related documents. Okay, it's a charge related to good and document. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നോക്കാം. ബിസിനസ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ്. എന്താണ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ്? ഓക്കെ, എന്താണ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം വാട്ട് ഈസ് ബിസിനസ് റിസ്ക്, എന്താണ് ബിസിനസ് റിസ്ക് എന്നതാണ്. Then types of business risk and risk management, types of risk and risk management, and what is insurance. Then insurable risk and non-insurable risk, contract insurance and life insurance and components of insurance contract, legal aspects of insurance and life insurance and marine insurance and fire insurance, motor insurance. Then difference between life insurance and other insurance, നമ്മൾ ആക്ടിവിറ്റീസ് പറയുന്നത് കേട്ടോ. Then as you know, all human activities which eliminate the hindrance of facility to flow the goods proper. Introduction എന്താണ്? എന്താണ് ബിസിനസ് റിസ്ക് എന്ന് നമുക്ക് നോക്കാം. എന്താണ് വാട്ട് ഈസ് എ ബിസിനസ് റിസ്ക്? ദ ടേം റിസ്ക് ഹാസ് ബി ഡിഫൈൻഡ് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് വേവ്സ്. അല്ലേ, നമുക്ക് ദ ടേം റിസ്ക്, എന്താണ് റിസ്ക്, വെല്ലുവിളി, ചലഞ്ചസ് എന്നൊക്കെ പറയും. ഇതെന്താണ് സംഭവം? ഡിഫൈൻ ബൈ ഡിഫറെൻറ്റ് പീപ്പിൾസ് ഇൻ ഡിഫറെൻറ്റ് വേവ്സ്. പലരും പല വഴികളിലൂടെ ഡിഫൈൻ ചെയ്തതാണ് റിസ്ക് എന്ന് പറയുന്നത്. ഫോർ ദിസ് റീസൺ ദർ ഇസ് നോ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഓഫ് ടേം വിച്ച് യൂണിവേഴ്സലി യൂസ്. അതായത് ഇതിനൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഫോം ഇല്ല. ഈ term user refer to an insured object such as a home or a car and a probability of an event in which may cause loss itself and condition and the variation of the outcome that could അതാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗവൺമെൻറ് ഇൻ ബിസിനസ്. ഓക്കെ, ദെൻ നമുക്ക് റിസ്കിലേക്ക് തന്നെ നമ്മൾ പാസ്ബുക്ക്, ഇൻട്രൊഡക്ഷൻ, ബാങ്ക് ഡ്രാഫ്റ്റ് ഇതൊക്കെ തന്നെ അതിൽ പഠിക്കാനുള്ളത്. ദെൻ ലോൺ ആൻഡ് ഹൈപ്പോത്തറ്റിക് മോർട്ടേജ്, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ദെൻ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു, നമ്മൾ ചലഞ്ചസ്, റിസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു, ഇൻഷുറൻസ് റിസ്കിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. എന്താണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്? അത് റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, സീ ട്രാൻസ്പോർട്ട് ആൻഡ് മിസലിയസ്, ട്രെയിൻ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ.